കർത്താവ് നമുക്ക് തന്ന മലയാളക്കര, കൊച്ചു കേരളം എത്ര സൗന്ദര്യമുള്ള ഒരു സ്ഥലമാണ്. എത്ര ഭംഗിയാണ് ഓരോ സ്ഥലങ്ങളും. ആ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ആ സ്ഥലങ്ങൾ, ബീച്ചുണ്ട്, നിറയെ തോടുകളും പുഴകളും തടാകങ്ങളും പച്ചപ്പ് നിറഞ്ഞൊരു സ്ഥലം. എത്ര മനോഹരമായ ഒരു നാടിനെ ദൈവം തന്നു. മലയാളികൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരാണ്. എവിടെ പോയാലും ഏത് നാട്ടിൽ ചെന്നാലും ഏറ്റവും ഉയർന്ന ജോലികളിൽ അവരെ കാണാം. അവർ വ്യത്യസ്തരാണ്. അവർക്ക് ദൈവം തന്നത് എല്ലാം നല്ലതാണ്. ഞാൻ വിശ്വസിക്കുന്നു ഈ തോമാസ് ലീഗ യേശുവിൻ്റെ 12 ശിഷ്യന്മാരിൽ ഒരാളെ യേശു അയച്ചത് കർത്താവിന് നമ്മോടൊരു മറ്റെല്ലാ നാടിനേക്കാൾ ഒരു പ്രത്യേക കൃപ നമ്മളോട് തോന്നിയത് കൊണ്ടാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ത്യയിൽ എവിടെ ചെന്നാലും ഉയർന്ന തലങ്ങളിൽ മലയാളിയെ കാണാം. ഏതെങ്കിലും ഒരു ഗൾഫ് നാട്ടിൽ ചെല്ലാമോ, മലയാളികളുടെ ഒരു തന്നെ സ്ഥലമുണ്ട്. ഈ കുവൈറ്റിലും ദുബായിലൊക്കെ ചെന്നാൽ കാണാം. ദുബായ് മൊത്തം മലയാളിയാണ്. കുവൈറ്റിൽ അംബാസി എന്നൊക്കെ പറഞ്ഞാൽ 5-8 നില അപ്പാർട്ട്മെൻറ്റിൻ്റെ മുകളിലൊക്കെ കപ്പ നട്ടിട്ടുണ്ട്. പാവയ്ക്ക, കപ്പ. മലയാളി എവിടെ ചെന്നാൽ അവിടെ കേരളം ഉണ്ടാക്കും. അതാണ് മലയാളി. എന്തിനാ ഞാൻ രാവിലെ പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മൾ ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ടവരാണ്. നമ്മുടെ അനുഗ്രഹങ്ങളെ നമുക്ക് അറിയില്ല. നാം വളരെ വിലപ്പെട്ടവരാണ്. നമ്മൾ ഒരിക്കലും നമ്മെ കുറഞ്ഞു കാണരുത്. നാം നമ്മെ തന്നെ ബഹുമാനിക്കാൻ പഠിക്കണം. നാം വളരെ വിലപ്പെട്ടവരാണ്. ദൈവത്തിന് നമ്മെക്കുറിച്ച് വലിയ ഉദ്ദേശമുണ്ട്. ദൈവം തൻ്റെ പുത്രനെ അയച്ചു. പുത്രൻ അപ്പോസ്തലനായ തോമാസിനെ നമ്മുടെ നാട്ടിലേക്ക് അയച്ചു. നമ്മെ അത്രയും കർത്താവ് സ്നേഹിക്കുന്നു. അതുകൊണ്ട് നാം മലയാളികളായ നമുക്ക് വലിയ ദൗത്യമുണ്ട്. ഭൂമിയുടെ എല്ലാ ഭാഗത്തും പോയി യേശുവിനെ ഉയർത്തണം. ഈ സത്യം എല്ലാവരോടും പറയണം. ഇത് നമ്മെ ഏൽപ്പിച്ച ഒരു ദൗത്യമാണ്. എൻ്റെ ഹൃദയത്തിൽ നല്ല ബോധ്യമുണ്ട്. ഭൂമിയിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരിൽ 2 പ്രകാശങ്ങളുണ്ട്. ഒന്ന് ഇസ്രായേലൈറ്റ്സ്, 2 കേരളൈറ്റ്സ്. 2 വെളിച്ചങ്ങളാണ്. ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയാണ് ആര്? ഇസ്രായേലൈറ്റ്സ്. ഒരു പ്രകാശമാണ്. ഇതുപോലെ തന്നെ കേരളൈറ്റ്സ്, ഇവരും പ്രകാശിക്കാനുള്ളവരാണ്. അതുകൊണ്ട് നമുക്ക് യെശയ്യാവ് 60 പറയുന്ന പോലെ എഴുന്നേറ്റ് പ്രകാശിക്കണം. കർത്താവിന് വേണ്ടി ശോഭിക്കണം. ഈ ഭൂമിയിലും വരുവാനുള്ള ലോകത്തിലും നമുക്ക് വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ മുഴുവനും നമുക്ക് യേശു ക്രിസ്തുവിലൂടെ സ്വന്തമാക്കാൻ കഴിയും. ഈ ഓഗസ്റ്റ് മാസം കർത്താവ് അതിനുള്ള കൃപ തരട്ടെ. യേശുവിനെ പാടി നമുക്ക് ആരാധിക്കാം. യേശു ഇമ്പമുള്ള നാമമേ, എന്നാവതിൽ എന്നും ഒരു ഗാനമായി. യേശു ഇമ്പമുള്ള നാമമേ, എന്നാവതിൽ എന്നും ഒരു ഗാനമായി. സ്വർഗയിടങ്ങളിലും ഭൂതലങ്ങളിലും വേറെ നാമമില്ല രക്ഷയേകിടുവാൻ. സ്വർഗയിടങ്ങളിലും ഭൂതലങ്ങളിലും വേറെ നാമമില്ല രക്ഷയേകിടുവാൻ. യേശു ഇമ്പമുള്ള നാമമേ, എന്നാവതിൽ എന്നും ഒരു ഗാനമായി. യേശു ഇമ്പമുള്ള നാമമേ, എന്നാവതിൽ എന്നും ഒരു ഗാനമായി. സ്വർഗയിടങ്ങളിലും ഭൂതലങ്ങളിലും വേറെ നാമമില്ല രക്ഷയേകിടുവാൻ. സ്വർഗയിടങ്ങളിലും ഭൂതലങ്ങളിലും വേറെ നാമമില്ല രക്ഷയേകിടുവാൻ. യേശു വിടുതൽ നൽകും നാമമേ, യേശു സൗഖ്യം നൽകും നാമമേ, യേശു പാപം മായ്ക്കും നാമമേ, യേശു ജീവനേകും നാമമേ,
യേശു എന്ന നാമത്താൽ മല നീങ്ങിപ്പോകുമേ. യേശു എന്ന നാമത്താൽ കോട്ട തകർന്നിടുമേ. യേശു എന്ന നാമത്താൽ ഇരുൾ നീങ്ങിപ്പോകുമേ. യേശു എന്ന നാമത്താൽ സാത്താൻ തകർന്നിടുമേ. യേശു എന്ന നാമത്താൽ മല നീങ്ങിപ്പോകുമേ. യേശു എന്ന നാമത്താൽ കോട്ട തകർന്നിടുമേ. യേശു എന്ന നാമത്താൽ ഇരുൾ നീങ്ങിപ്പോകുമേ. യേശു എന്ന നാമത്താൽ സാത്താൻ തകർന്നിടുമേ. യേശു ഉന്നതമാം നാമമേ. യേശു വിജയമേകും നാമമേ. യേശു ശക്തി നൽകും നാമമേ. യേശു ഞാൻ വഹിക്കും നാമമേ. യേശു എന്ന നാമത്താൽ മല നീങ്ങിപ്പോകുമേ. യേശു എന്ന നാമത്താൽ കോട്ട തകർന്നിടുമേ. യേശു എന്ന നാമത്താൽ ഇരുൾ നീങ്ങിപ്പോകുമേ. യേശു എന്ന നാമത്താൽ സാത്താൻ തകർന്നിടുമേ. സ്വർഗ ഇടങ്ങളിലും ഭൂതലങ്ങളിലും വേറെ നാമമില്ല രക്ഷയേകിടുവാൻ. സ്വർഗ ഇടങ്ങളിലും ഭൂതലങ്ങളിലും വേറെ നാമമില്ല രക്ഷയേകിടുവാൻ. യേശു എന്ന നാമത്താൽ മല നീങ്ങിപ്പോകുമേ. യേശു എന്ന നാമത്താൽ കോട്ട തകർന്നിടുമേ. യേശു എന്ന നാമത്താൽ ഇരുൾ നീങ്ങിപ്പോകുമേ. യേശു എന്ന നാമത്താൽ സാത്താൻ തകർന്നിടുമേ. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിലേക്ക് അതിൻ്റെ ഒടുവിലത്തെ ഭാഗത്തേക്ക് വരികയാണ്. 66-ാം വാക്യം. അന്നു മുതൽ അവൻ്റെ ശിഷ്യന്മാരിൽ പലരും പിൻവാങ്ങിപ്പോയി, പിന്നെ അവനോടുകൂടെ സഞ്ചരിച്ചില്ല. എന്താ കാരണം? യേശു ഒരു പ്രസ്താവന പറഞ്ഞു. അതാണ് കാരണം. എന്താണ്? എൻ്റെ മാംസം തിന്നണം, എൻ്റെ രക്തം കുടിക്കണം. ഈ ഒരു പ്രസ്താവന യഹൂദന്മാർ വിമർശിച്ചു. കൂടാതെ ഈ കൂടെ ഇറങ്ങിത്തിരിച്ച ജീവൻ വെച്ചിടും രക്ഷകനായ അന്ത്യശ്വാസം വരെ എല്ലാം ഇറങ്ങി തിരിച്ച ഒരു ഗ്രൂപ്പ് യേശുവിനെ വിട്ടുപോയെന്ന്. യേശുവിന് വേണമെങ്കിൽ പറയാം, ഞാൻ അതല്ലട്ടോ ഉദ്ദേശിച്ചത്, നിങ്ങൾ അങ്ങനെ പോകരുത് പ്ലീസ്. ഇല്ല, യേശു ചിലർ പോകാൻ വേണ്ടി തന്നെയാണത് പറഞ്ഞത്. അതായത് വെളിപ്പാടുകളുമായി ദൈവിക സത്യങ്ങളുമായി ഉൾക്കൊള്ളാൻ കഴിയാത്തവർ ഒരുമിച്ച് നിൽക്കരുത്. അവർ പോകണം. യേശു അവരെ പറഞ്ഞു വിടുകയാണ്. നമ്മളാണെങ്കിൽ ഇങ്ങനെയുള്ള പ്രസ്താവനകൾ പറയാതെ നോക്കും. യേശു അവിടെ എന്താ തെറ്റാ പറഞ്ഞത്? നിങ്ങൾ എന്നെ തിന്നണം, എൻ്റെ മാംസം തിന്നണം, എൻ്റെ രക്തം കുടിക്കണം. എന്നാൽ ഇത് ഗ്രഹിക്കാൻ കഴിയുക എന്നുള്ളത് ദൈവം നമുക്ക് തരുന്ന കൃപയാണ്. അതിൻ്റെ തൊട്ട് മുകളിലുണ്ട് 63 മുതൽ വായിക്കുമ്പോൾ, ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം ആത്മാവും ജീവനുമാണ്. യേശു അതിൻ്റെ വ്യാഖ്യാനവും പറഞ്ഞു. ഇവരെ പറഞ്ഞു വിടുക എന്നുള്ളത് മാത്രമല്ല യേശുവിൻ്റെ ജോലി. യേശു അത് ഗ്രഹിക്കത്തക്ക രീതിയിൽ സംസാരിച്ചു. യേശു പറഞ്ഞില്ലെന്നല്ല, യേശു എൻ്റെ മാംസം തിന്നണം, എൻ്റെ രക്തം കുടിക്കണം. എന്നിട്ട് യേശു പറഞ്ഞു, ഞാൻ സംസാരിച്ച വചനം ആത്മാവും ജീവനുമാണ്. ആത്മീക ജീവിതത്തെക്കുറിച്ചാണ് ഈ പറഞ്ഞത്, അല്ലാതെ യേശുവിൻ്റെ മാംസം മുറിച്ച് തിന്നാനല്ല, യേശുവിൻ്റെ രക്തം ജ്യൂസ് പോലെ സ്ട്രോ ഇട്ട് വലിച്ചു കുടിക്കാനല്ല. അപ്പോൾ യേശു അതിനെ, ഇവർ പോയതിൻ്റെ കാരണം യേശുവിനറിയാം. അതുകൊണ്ട് യേശു തളരില്ല. എന്താണ് 65-ാം വാക്യം? ഇത് ഹേതുവായിട്ടത്രേ ഞാൻ നിങ്ങളോട് പിതാവ് കൃപ നൽകിയിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരുവാൻ കഴിയില്ല എന്ന് പറഞ്ഞത്. പിതാവ് കൃപ തന്നിട്ടല്ലാതെ. മറ്റൊരു ഭാഗത്തുണ്ട്, വരം ലഭിച്ചവർക്കല്ലാതെ ഇതൊന്നും മനസ്സിലാകാൻ പോകുന്നില്ല. വിവരം ലഭിച്ചാൽ പോരാ, വരവും കൂടി ലഭിക്കണം. ഒത്തിരി പേർക്ക് വിവരങ്ങളുണ്ട്, ഒത്തിരി പഠിപ്പിസ്റ്റുകളാണ്,
നിക്കോദിമോസിന് ഭയങ്കര വിവരമാണ്. എന്നാൽ വീണ്ടും ജനനമെന്ന് ചോദിച്ചപ്പോൾ മനസ്സിലായില്ല. പിന്നെ അമ്മയുടെ വയറ്റിൽ പോയിട്ട് അങ്ങനെ ജനിക്കും? അതിന് കർത്താവ് പറഞ്ഞു, കാറ്റ് ഇഷ്ടമുള്ളിടത്തുനിന്ന് വരുന്നു, ഇഷ്ടമുള്ളിടത്തേക്ക് പോകുന്നു. ഇതുപോലെയാണ് ആത്മാവിൽ ജനിച്ചവൻ. അതായത് കാറ്റ് ഒരു കളറിലാണ് വരുന്നത്. ഒരു മഞ്ഞക്കാറ്റ് ഇങ്ങനെ വന്നു പോയി, ഉടനെ ഒരു പച്ചക്കാറ്റ് അങ്ങോട്ട് പോയി. നമുക്കറിയാം, ആ മഞ്ഞക്കാറ്റ് നല്ല കാറ്റാണ്. ഒരു പച്ചക്കാറ്റ് വരുന്നു, വേറൊരു നീലക്കാറ്റ് പുറകെ നിന്ന് വന്നടിക്കുന്നു. കാറ്റിന് നിറമില്ല. ഇത് എവിടെ നിന്ന് വരുന്നു, എവിടേക്ക് പോകുന്നു എന്ന് അറിയുന്നില്ല. ഇതുപോലെയാണ് ആത്മാവിൽ ജനിച്ചവൻ. ആർക്കും മനസ്സിലാകില്ല. ആത്മാവിൽ ജനിച്ചവൻ്റെ അനുഗ്രഹം ആർക്കും മനസ്സിലാകില്ല. അവൻ്റെ അനുഗ്രഹം പെട്ടെന്ന് വന്ന് കയറും. ഉടനെ ആൾക്കാർ പറയുന്നത് അമേരിക്ക എന്നാണ്. അല്ല. അമേരിക്ക എന്ന് പാൽപ്പൊടിയും ഗോതമ്പും അല്ല. അമേരിക്ക എന്നാണ് ഇവൾക്ക് ഇത്രയും വലിയൊരു വീട് വെക്കാനുള്ള വഴി തുറന്നത്. അല്ല. ഇവരുടെ കൂടെ മുഴുവനും വലിയ പൈസക്കാരാണ്. അല്ല. ഇത് എവിടെ നിന്ന് വരുന്നു എന്നറിയില്ല, ഇത് എങ്ങോട്ട് പോകുന്നു എന്നറിയില്ല. ഇതാണ് ആത്മാവിൽ ജനിച്ചവർ. അതായത് ആത്മാവിൽ ജനിച്ചവർക്ക് വരുന്ന നന്മ ദൈവത്തിൽ നിന്നാണെന്ന് അറിയാം, മറ്റാർക്കും മനസ്സിലാകില്ല. ഇത് എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു എന്നറിയില്ല. നമുക്ക് നമ്മെക്കുറിച്ച് അറിയാം. നമ്മൾ എവിടെ നിന്ന് ആരംഭിച്ചു, നമ്മൾ എങ്ങോട്ട് പോകും. യേശു തന്നെ പറഞ്ഞു, കുറഞ്ഞൊന്ന് കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണില്ല, എന്നാൽ കുറഞ്ഞൊന്ന് കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണും. മറ്റുള്ളവർ ചോദിച്ചു, ഇവൻ എന്താണ് ആത്മഹത്യ ചെയ്യാൻ പോകുന്നു, അല്ല ഇവനെ ഒളിച്ചു പാർക്കാൻ പോകുന്നു. ആൾക്കാർക്ക് ഇതിൻ്റെ അർത്ഥം മനസ്സിലായില്ല. പരിശുദ്ധാത്മാവിൻ്റെ വരമുള്ളവർ ഈ കൂടെ നടന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി. കൃപ ലഭിച്ചവർ, അവിടെ അതാണ് യേശു പറയുന്നത്, പിതാവ് കൃപ നൽകിയിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരുവാൻ കഴിയില്ല. നമ്മളെത്ര അനുഗ്രഹീതരാണ്. നീണ്ട 30-33 വർഷമായി ഞാൻ കർത്താവിൻ്റെ കൂടെയാണ്. എനിക്ക് ദൈവം തന്ന ഏറ്റവും വലിയ ഭാഗ്യം, എൻ്റെ കുടുംബത്തിൽ ആർക്കും ലഭിക്കാത്ത ഭാഗ്യം, അതായത് ഈ കാര്യങ്ങൾ ഗ്രഹിക്കാൻ എനിക്ക് കൃപ കിട്ടി. ഒത്തിരി പേര് ഈ കൃപയിൽ നിന്ന് ഇറങ്ങിപ്പോയി, ഈ സത്യം ഗ്രഹിക്കാതെ പോയി. എന്നാൽ അവരെക്കാൾ പഠിപ്പ് കുറഞ്ഞ എനിക്കിത് ഗ്രഹിക്കാൻ പറ്റി. വിദ്യാഭ്യാസമോ നമ്മുടെ ലോക പരിചയമോ വേദപുസ്തകത്തിലെ സത്യങ്ങളെ ഗ്രഹിക്കാൻ നമ്മളെ പ്രാപ്തരാക്കുന്നില്ല. പകരം ദൈവാനുഗ്രഹമാണ്. പിതാവ് കൃപ തരാതെ നമുക്കിതൊന്നും മനസ്സിലാകില്ല. ബൈബിളിൽ പറയുന്നു, നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. എന്തിനാണ്? ഒരു വലിയ പെട്ടകം പണിയാൻ. ഭൂമിയിൽ വെച്ച് ഏറ്റവും വലിയൊരു പെട്ടകം, സകല ജീവികളെ അകത്ത് കയറ്റുന്ന ഒരു പെട്ടകം പണിയാൻ, ഒരിക്കലും മുങ്ങാത്തൊരു പെട്ടകം പണിയാൻ. ദൈവം അവന് കൃപ കൊടുത്തു. അപ്പോൾ കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടത്. അപ്പോൾ വിശ്വാസം പോലും ഉണ്ടാകുന്നത് കൃപയാൽ. അപ്പം നോഹയ്ക്ക് പെട്ടകം പണിയാനുള്ള വിശ്വാസം ഉണ്ടായത് ദൈവം അവന് കൃപ കൊടുത്തു. അപ്പോൾ ബൈബിളിൽ കാണുന്നു, കൃപാവരങ്ങൾ 9 കൃപാവരങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ കൃപാവരങ്ങളെക്കുറിച്ച് അറിവില്ലാതിരിക്കരുത്. അതിനകത്ത് ഒരു വരമാണ് വിശ്വാസം, വീര്യപ്രവർത്തികൾ. ഇതെല്ലാം ദൈവം നമുക്ക് തരുന്ന ഗിഫ്റ്റാണ്. ഇത് നാം ദൈവത്തിൽ നിന്ന്, ദൈവ സാന്നിധ്യത്തിൽ ഇരുന്ന് സന്തോഷിക്കുമ്പോൾ ദൈവം നമുക്ക് ഗിഫ്റ്റായിട്ട് തരും. കർത്താവിൻ്റെ പാദപീഠത്തിൽ ഇരിക്കുന്നവർക്ക് കർത്താവ് അറിഞ്ഞെന്തെങ്കിലുമൊക്കെ തരും. അത് ഗിഫ്റ്റ് എങ്ങനെയാണ് പ്രാർത്ഥിച്ച് മേടിക്കുന്നത്? ചോദിച്ചും വില മുടക്കിയൊന്നും മേടിക്കാൻ പറ്റില്ല. അതൊക്കെ ദൈവം തരുന്ന. കൃപാവരങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഉപവസിക്കരുത്. കൃപാവരങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചോദിക്കുകയും വേണ്ട. കൃപാവരങ്ങളെല്ലാം ഗിഫ്റ്റാണ്. ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ വീട്ടിലൊരു കല്യാണം നടക്കുകയാണ്. അപ്പോൾ കല്യാണം വിളിക്കാൻ നേരത്ത്, കല്യാണത്തിൻ്റെ ഡേറ്റ് അടുത്ത മാസമാണെന്ന് ഇരിക്കട്ടെ, അല്ലെങ്കിൽ ഈ മാസം ലാസ്റ്റ് ആണെന്ന് ഇരിക്കട്ടെ, പറയുകയാണ് എൻ്റെ മോൻ്റെ കല്യാണം, എൻ്റെ മോളുടെ കല്യാണമാണ്. ഒരു വീട്ടിൽ ചെന്ന് നിങ്ങൾ കുടുംബമായിട്ട് വരണം. വരുമ്പോൾ നിങ്ങളൊരു മിക്സിയും കൂടി കൊണ്ടുവരണം ഗിഫ്റ്റായിട്ട്. എങ്ങനെയുണ്ടാവും? അപ്പുറത്തെ വീട്ടിൽ പറഞ്ഞു, നിങ്ങളൊരു ക്ലോക്ക് കൊണ്ടുവന്നാൽ മതി, കാരണം നിങ്ങൾക്ക് ഫ്രിഡ്ജൊന്നും മേടിച്ചു തരാനുള്ള മാർഗമില്ല, നിങ്ങൾ ഗിഫ്റ്റായിട്ട്. ചേട്ടാ, ഗിഫ്റ്റ് എന്ന് പറയുന്ന സാധനം നമ്മൾ പറയുന്നതല്ല, അത് അവരവർക്ക് ഇഷ്ടം പോലെ ചെയ്യുന്നതാണ് ഗിഫ്റ്റ്. അത് ഓരോരുത്തരുടെ നിലവാരം അനുസരിച്ച് കൊടുക്കും.
എനിക്ക് പരിചയമുള്ള ഒരു ദൈവദാസൻ്റെ ചർച്ചിലെ ഒരു മോള്, അവളുടെ കല്യാണത്തിന് ഒരു കോടീശ്വരനായ മനുഷ്യന് വരാൻ പറ്റിയില്ല. കാരണം ഈ പെങ്കൊച്ചിൻ്റെ അപ്പൻ്റെ കൂടെ പഠിച്ചാണ് മറ്റേ പുള്ളി. കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു കോടീശ്വരൻ, ഏറ്റവും വലിയൊരു കോടീശ്വരനിലൊന്ന്, അത്ര അറിഞ്ഞാൽ മതി. കല്യാണത്തിന് വരാൻ പറ്റിയില്ല. എന്നാൽ അദ്ദേഹം അതുപോലെ തിരക്കുള്ളൊരു മനുഷ്യനാണ്. എന്നാൽ കല്യാണം കഴിച്ചപ്പോൾ ചെറുക്കനെയും പെണ്ണിനെയും വിളിച്ചു വീട്ടിൽ കൊണ്ടുപോയിട്ട് ഊണ് കൊടുത്തു. പോരാൻ നേരത്ത് അവൾക്കൊരു വാച്ച് ഗിഫ്റ്റ് കൊടുത്തു. 18 ലക്ഷം രൂപയുടെ വാച്ച്. അപ്പോൾ ഗിഫ്റ്റ് എന്ന് പറയുന്നത് അതിനൊരു പരിധിയില്ല. ഓരോരുത്തരുടെ ധനത്തിനൊത്തവണ്ണമാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അതാണ് കൃപ. ദൈവം നമ്മോട് കാണിച്ച ഏറ്റവും വലിയ കൃപ സ്വന്തം പുത്രനെ നമുക്ക് തന്നു. യേശുവിനെ മനസ്സിലാക്കാൻ കൃപ കിട്ടി. ഇനി നിങ്ങൾ അന്യഭാഷ പറഞ്ഞില്ലെങ്കിലും, നിങ്ങൾ പ്രവചിച്ചില്ലെങ്കിലും, മരിച്ചവരെ ഉയർപ്പിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് നിത്യതയെ പോകാം. ഏറ്റവും വലിയ കൃപ, വരം ലഭിച്ചത് യേശുവിനെ മനസ്സിലാക്കാൻ. യേശു എൻ്റെ പാപത്തിന് വേണ്ടി മരിച്ചു, യേശു എൻ്റെ ശാപങ്ങളെ ക്രൂശിൽ ചുമന്നു എന്ന് ഗ്രഹിക്കാനുള്ള കൃപാവരം. അത് ഒത്തിരി പേർക്കില്ല. ഇവിടെ കണ്ടോ, ഒത്തിരി പേര് യേശുവിന് വിട്ടേച്ച് പോയി. എന്നാൽ ചിലർക്ക് കൃപാവരം ലഭിച്ചു. ഇവിടെ വായിക്കുന്ന, അന്ന് മുതൽ അവൻ്റെ ശിഷ്യന്മാരിൽ പലരും പിൻവാങ്ങിപ്പോയി, പിന്നെ അവനോടുകൂടെ സഞ്ചരിച്ചില്ല. എന്തുകൊണ്ടാണ്? അവർക്ക് കൃപ ലഭിച്ചില്ല. ചിലരിറങ്ങിപ്പോയാൽ നിങ്ങൾ വിഷമിക്കരുത്. ചിലർ പ്രാർത്ഥന നിർത്തിയാലും നിങ്ങൾ വിഷമിക്കരുത്. ചിലരിപ്പോൾ വരുന്നില്ല. പലവട്ടം നമുക്ക് വിളിക്കാം. അതിൻ്റെ അർത്ഥം അവർക്ക് അതിനുള്ള കൃപ ദൈവം തിരഞ്ഞെടുത്തതല്ലെന്ന് അങ്ങോട്ട് കൂട്ടിയേക്കണം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കരുതെന്നല്ല, പ്രാർത്ഥിക്കാം. കൃപ ലഭിച്ചവർക്ക് ഇങ്ങനെ വരാൻ പറ്റും. ഇവിടെ 8 മണിക്കൂർ പ്രെയർ ഇവിടെ പ്രൈസ് ജനറേഷനിലെ മാളികമുറി നടക്കുമ്പോൾ എല്ലാവർക്കും ഒന്നും വരാൻ പറ്റില്ല. എല്ലാവരും രക്ഷിക്കപ്പെട്ടവരാണെങ്കിലും ചില പ്രത്യേക നിയോഗങ്ങൾക്ക് ദൈവം ചിലർക്ക് കൃപ കൊടുത്തിട്ടുണ്ട്. അവർ 8 മണിക്കൂർ വന്നിരിക്കുകയാണ്. എനിക്ക് ഏറ്റവും വലിയ അതിശയം, ചർച്ചിൽ ആരോഗ്യ പ്രശ്നമുള്ള ഒരു ബ്രദറുണ്ട്. പെൻഷനായി, ജോലിയിൽ നിന്ന് പെൻഷനായി, ഒരു നല്ലൊരു സഹോദരൻ. ഈ കഴിഞ്ഞ 100-ലധികം ദിവസമായിട്ട് ഒരു ദിവസം പോലും മുടങ്ങൂല്ല. തനിക്ക് സ്കൂട്ടർ ഓടിക്കാൻ പാടാ, 2 കാലിനും പ്രശ്നമാണ്. ഊന്നുവടിയുണ്ടെങ്കിൽ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റും. എന്നാൽ ഈ 8 മണിക്കൂർ പ്രാർത്ഥനയിൽ കൂടുതലും വർഷിപ്പാണ്, ആരാധനയാണ്. അതിൻ്റെ ഒപ്പം എഴുന്നേറ്റ് ആ ഊന്നുവടിയിൽ കുത്തി ഈ 100 ദിവസവും നിൽക്കും. എന്താ, ആരോഗ്യമുള്ള എത്രയോ പേരുണ്ട്. ഈ വ്യക്തിക്ക് ദൈവത്തിൻ്റെ കൃപയുണ്ട്. ആ വീട് അനുഗ്രഹിക്കപ്പെടുമെന്നുള്ള ലക്ഷണമാണ് ഈ നമ്മൾ ഇന്ന് എന്ത് ചെയ്യുന്നു, അതാണ് നമ്മുടെ നാളെയുടെ വിജയം. പലതും മാറ്റിവെച്ച് വീട്ടിലെ കാര്യങ്ങൾ നടക്കാതെ രാവിലെ തൊട്ട് വൈകിട്ട് വരെ വന്ന് അവിടെ ഇരിക്കുന്നവരുണ്ട്. അവർ വീട്ടിലെ പല കാര്യവും മുടങ്ങിയിട്ടാണ് അവരവിടെ ഇരിക്കുന്നത്. എന്നാൽ അതൊരു കൃപയാണ്. ദൈവ സാന്നിധ്യത്തിലിരിക്കുകയാണ്. ദൈവ സാന്നിധ്യത്തിൽ ഇരിക്കുന്നവരുടെ ഭാവി അമാനുഷികമാണ്. ഒറ്റയ്ക്കിരിക്കാനും കൂട്ടത്തിലിരിക്കാനും വരം ലഭിച്ചവരുണ്ട്. ചിലർക്ക് ഒറ്റയ്ക്കിരിക്കാനും വരമുണ്ട്. അതും നിങ്ങൾ പ്രാപിക്കണം. കൂട്ടത്തിൽ ഇരിക്കാൻ എളുപ്പമാണ്. ഒറ്റയ്ക്കും ഈ കർത്താവിൻ്റെ കൂടെ നോഹ ദൈവത്തോടു കൂടെ നടന്നെന്നാണ്. അവന് കൃപ ലഭിച്ചു പെട്ടകം പണിയാൻ, ദൈവത്തിൻ്റെ കൂടെ നടക്കാൻ. ദൈവത്തോടു കൂടെ നടന്നു. അസാന്നിധ്യത്തിൽ നടക്കുവാൻ അതൊരു വലിയ കൃപയാണ്. ഇവിടെ ഒത്തിരി പേര് യേശുവിനെ ഇട്ടേച്ചു പോയി. എന്നിട്ട് നമ്മൾ ഈ ആനന്ദത്തിലാണ്. ഇതെല്ലാം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഭയങ്കര സന്തോഷമുണ്ടെങ്കിൽ നിങ്ങൾ ആ കൃപ ലഭിച്ചവരാണ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു വിയോജിപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരം ലഭിച്ചിട്ടില്ല. യേശുവിനെയും ദൈവപ്രവൃത്തിയെ വിമർശിക്കുന്നവർക്ക് അവർക്ക് വരം ലഭിച്ചിട്ടില്ല. ചില കാര്യങ്ങൾ ചിലർ എതിർക്കും. പ്രാർത്ഥിച്ചാൽ താഴെ വീഴുന്നു, പ്രാർത്ഥിച്ചാൽ ഭൂതങ്ങൾ വിട്ടുപോകുന്നു. ഇതിനെല്ലാം എതിരുള്ളവരുണ്ട്. അത് ഈ വരം ലഭിക്കാത്തവർക്ക് ഇത് മനസ്സിലാകില്ല. വരം ലഭിച്ചവർക്ക് ഇത് മനസ്സിലാകുകയും ചെയ്ത് ചെയ്യാനും കഴിയും. അതുകൊണ്ട് ദൈവത്തിൻ്റെ വരങ്ങളെ നിങ്ങളുടെ അളവുകോലിൽ അളക്കരുത്. നിങ്ങളുടെ ഒരു ഫ്രെയിമിനകത്ത് ദൈവരാജ്യത്തെ നിർത്താൻ, യേശുവിനെ നിർത്താൻ നോക്കരുത്.
യേശുവിന് എന്തും ചെയ്യാൻ കഴിയും. 4 ദിവസം മരിച്ച് 4 ദിവസം അയാളെ മാത്രമല്ല, 40 ദിവസം അയാളെയും 4000 വർഷം അയാളെ ഉയർപ്പിക്കാൻ കർത്താവിന് കഴിയും. ഇനി അസ്ഥി പോലും ഇല്ലെങ്കിലും പുറത്തു വാന്ന് പറഞ്ഞാൽ മണ്ണിൽ നിന്ന് പുറത്തു വരും. ആദാം അങ്ങനെയല്ലേ വന്നത്, അസ്ഥി പോലും ഉണ്ടായില്ലല്ലോ. കർത്താവിനോട് കയറി കളിക്കരുത്. വരം ലഭിച്ചവർക്ക് വിശ്വാസത്തിന്റെ നിലവാരം വേറെയാണ്. കർത്താവിനെ കണ്ണും പൂട്ടി വിശ്വസിക്കാനുള്ള വരമുണ്ടോ, നിങ്ങൾ ജയാളിയാണ്. കണ്ണടച്ച് വിശ്വസിക്കാനുള്ള വരം. കുറെ പേർ യേശുവിൻ്റെ കൂടെ പിന്നെ സഞ്ചരിച്ചില്ല. നീണ്ട വർഷങ്ങളായി യേശുവിൻ്റെ കൂടെ സഞ്ചരിപ്പാൻ എനിക്ക് ദൈവം വരം തന്നു. ഞാൻ ദൈവത്തിന് നന്ദി പറയാം. കർത്താവെ, ഇനിയുള്ള ആയുസ് മുഴുവൻ സമയം അങ്ങയുടെ കൂടെ സഞ്ചരിക്കാൻ കൃപ തരണേ. ഇതാണ് എൻ്റെ പ്രാർത്ഥന. കാരണം ഓരോ ദിവസം കഴിയുന്തോറും എൻ്റെ യൗവനം കഴുകനെ പോലെ പുതുകുന്നു, എൻ്റെ സമാധാനം വർദ്ധിക്കുന്നു, പ്രതീക്ഷകൾ വർദ്ധിക്കുന്നു, ഞങ്ങൾ കുടുംബമായിട്ട് അനുഗ്രഹിക്കപ്പെടുന്നു. ഇതിൻ്റെ കാരണം ഈ കർത്താവിൻ്റെ കൂടെ നടക്കുന്നതാണ്. അവിടെ നമ്മൾ വായിക്കുന്നു, പിന്നെ അവനോടുകൂടെ സഞ്ചരിച്ചില്ല. ഹാനോക്ക് 300 വർഷം ദൈവത്തിൻ്റെ കൂടെ നടന്നു, കൃപ ലഭിച്ചു. അബ്രഹാം കൂടെ നടന്നു, അവന് കൃപ ലഭിച്ചു. ദൈവത്തിന് കരുണ തോന്നണമെന്നുള്ളവനോട് കർത്താവ് കരുണ തോന്നും. കർത്താവാ തീരുമാനിക്കുന്നത്. കളിമണ്ണ് എന്തായിത്തീരണമെന്ന് കുശവനാ തീരുമാനിക്കുന്നത്. കളിമണ്ണ് തിരിച്ചൊന്നും പറയണ്ട. നമ്മളെല്ലാം അവൻ്റെ കയ്യിലെ കളിമണ്ണാണ്. എന്തും കർത്താവിനെ ചെയ്യാം. അവനുണ്ടാക്കി അവൻ്റെ സൃഷ്ടിയാണ്. നന്ദിയുള്ളവരായിരിക്കണം. കർത്താവെ, വെറും കളിമണ്ണായി എന്നെ എൻ്റെ പ്രാർത്ഥന കൊണ്ടല്ല, നിൻ്റെ കാരുണ്യം കൊണ്ട് എന്നെ അനുഗ്രഹിച്ചതിനായി നന്ദി. ആ ഒരു മനോഭാവത്തിൽ ജീവിക്കണം. പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഈ മക്കൾ കേട്ട ഈ വചന നിമിത്തം ഇവരനുഗ്രഹിക്കപ്പെടട്ടെ. കൂടെ നടക്കാനുള്ള ഒരു കൃപ, കൂടുതൽ ഗ്രഹിക്കാനുള്ള കൃപാവരം, യേശുവിനെ കൂടുതൽ മുറുകെ പിടിക്കാനുള്ള ഒരു അഭിഷേകം ഈ മക്കളുടെ മേൽ വരട്ടെ. സൗഖ്യങ്ങൾ നടക്കട്ടെ. ഇവർ തൊടുന്നതെല്ലാം സക്സസ് ആകട്ടെ. വാതിലുകൾ തുറക്കട്ടെ. പുതിയ ജോലി, വിദ്യാഭ്യാസ ഭാവി ഉണ്ടാകട്ടെ. വിവാഹങ്ങൾ കൂട്ടമായി നടക്കട്ടെ. ഇത് കേൾക്കുന്ന പല കുടുംബങ്ങളിൽ കുഞ്ഞുങ്ങളുടെ ഭാവി അത്ഭുതമാകട്ടെ. തലമുറകൾ ജനിക്കട്ടെ. ഈ ഭൂമിയിൽ വേണ്ട സകല അഭിവൃദ്ധി ഇവർക്കുണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ. വിശ്വസിക്കുക മാത്രം ചെയ്യുക. കർത്താവ് തന്ന കൃപയിൽ ആനന്ദിക്കുക. നാളെ ഈ സമയത്ത് കാണാം. ആമേൻ.